പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിലെ വിവാദ പ്രസ്താവനയിൽ വനം മന്ത്രിയുടെ യു ടേൺ. മരണത്തിലല്ല, പ്രതിഷേധത്തിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് ഉദ്ദേശിച്ചതെന്ന് മന്ത്രി വിശദീകരിച്ചു. UDF ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിലേക്ക് LDF മാർച്ച് നടത്തി. KSEB ഓഫീസിലേക്ക് UDFും പ്രതിഷേധ മാർച്ച് നടത്തി. അനന്തുവിന്റെ വീട്ടിലെത്തി പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുടുംബത്തെ ആശ്വസിപ്പിച്ചു. ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ, അവസരമുണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കുന്നു എന്നാണ് നിങ്ങൾ എല്ലാ ക്ലിപ്പിംഗ്സും ചോദിച്ചത്. ഈ മരണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അനന്തു വിജയുടെ ഷോക്കേറ്റുള്ള മരണം ബോധപൂർവമോ എന്ന് ധ്വനിപ്പിച്ചു നടത്തിയ പ്രസ്താവന വൻ വിവാദമായതോടെയാണ് AK ശശീന്ദ്രന്റെ മലക്കം മറിച്ചിൽ. രാഷ്ട്രീയ അവസരം ഉണ്ടാക്കിയതാണോ എന്ന് ഇന്നലെ സംശയം പ്രകടിപ്പിച്ച വനം മന്ത്രി ഇന്ന് രാഷ്ട്രീയ പ്രതിഷേധത്തിലേക്ക് മാത്രമായി ഗൂഢാലോചന ആരോപണം പരിമിതപ്പെടുത്തി. മരണത്തിലെ ഗൂഢാലോചന തെളിയിക്കാൻ പ്രതിപക്ഷം വെല്ലുവിളിച്ചതോടെയാണ് ശശീന്ദ്രൻ നിലപാട് മാറ്റിയത്. മുഖ്യമന്ത്രിക്ക് വിവാദത്തിൽ അതൃപ്തി എന്ന വാർത്ത ശശീന്ദ്രൻ നിഷേധിച്ചു. ഇപ്പൊ ഇന്ന് ചില മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രി എന്നെ ശാസിച്ചു, ആരോ കൊടുത്തിട്ടുണ്ടല്ലോ. എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങളത് കൊടുത്തത്? മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ സംസാരിക്കുന്നത് പിന്നെ ഒരു അസാധാരണ സംഭവമാണ്. എന്നാൽ മുഖ്യപ്രതി വിനീഷ് കോൺഗ്രസ് പ്രവർത്തകനാണെന്ന ആരോപണം മന്ത്രി OR കേളു ആവർത്തിച്ചു. ഗൂഢാലോചന ഉണ്ടോ എന്നതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും കേളു പറഞ്ഞു. കൂടുതൽ പരിശോധനയിലാണ്. ഈ പ്രവൃത്തി ചെയ്ത ആൾ വിനീഷ് UDFിൻ്റെ പ്രവർത്തകനാണ്, കോൺഗ്രസ്സുകാരനാണെന്ന് മനസ്സിലായതിനു ശേഷമാണ് UDFിൻ്റെ രാഷ്ട്രീയ തനിനിറം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അനന്തുവിന്റെ മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചത് നിലമ്പൂരിന് പുറത്തുള്ള കോൺഗ്രസ് നേതാക്കളാണെന്ന ആരോപണമാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് ഉന്നയിച്ചത്. ഇത്തരം വിഷയങ്ങളിൽ സമൂഹം ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. മുൻപ് ഇത്തരം കാര്യങ്ങളൊന്നും ആരും രാഷ്ട്രീയവൽക്കരിച്ചിരുന്നുമില്ല. രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കം നടന്നത് നിലമ്പൂരിന് പുറത്തുള്ള ചില നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ്. കാട്ടുപന്നികളെ കൊല്ലാൻ അധികാരമുണ്ടായിട്ടും ഒന്നും ചെയ്യാത്ത വഴിക്കടവ് പഞ്ചായത്തിലെ കോൺഗ്രസ് ഭരണസമിതിയെയാണ് LDF ഉന്നമിടുന്നത്. പഞ്ചായത്ത് ഓഫീസിലേക്ക് LDF പ്രവർത്തകർ മാർച്ച് നടത്തി. ഇന്നും വനമന്ത്രിയെ എതിർത്ത് കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി. മന്ത്രിയുടെ ആരോപണം അല്പത്തരമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി. മന്ത്രിക്ക് ഇപ്പോൾ ബോധോദയം ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ തെറ്റാണ്, പച്ചക്കള്ളമാണ്, അടിസ്ഥാനരഹിതമാണ്, അല്പത്തമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മരിച്ച അനന്തുവിന്റെ വീട് സന്ദർശിച്ചു. മാതാപിതാക്കളെ സതീശൻ ആശ്വസിപ്പിച്ചു. രാവിലെ ഫെൻസിങ് ഉണ്ടായില്ല, വൈകുന്നേരം ഫെൻസിങ് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങളെല്ലാം കൂടി ഗൂഢാലോചന നടത്തി കൊച്ചിനെ കൊല്ലാൻ വേണ്ടി പന്നിക്കിനെ ഒരുക്കി വെച്ചെന്നാണ്. അതല്ലേ ഇന്നലെ മന്ത്രി പറഞ്ഞത്? അതല്ലേ പറഞ്ഞത്? എന്ത് വൃത്തികേടാണ് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്നത്? വൈദ്യുതി മോഷണം കണ്ടുപിടിക്കാത്ത KSEBക്കെതിരെ പ്രതിഷേധമുയർത്തി UDF പ്രവർത്തകർ മാർച്ച് നടത്തി. BJPയും പ്രത്യക്ഷ സമരവുമായി രംഗത്തുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അനന്തുവിന്റെ മരണത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം മുറുകുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.